പീപ്പിൾസ് ഇൻഫോ A4 ആയുർവേദയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ആയുർവേദ വിധിപ്രകാരം കർക്കിടക കഞ്ഞിയിൽ പ്രധാനമായ ചേരുവയായി ഉപയോഗിക്കുന്ന ചെറുപയറിൻ്റെ ഔഷധ പ്രാധാന്യത്തെപ്പറ്റി നമുക്ക് നോക്കാം. ചെറുപയർ ഒരു പയറുവർഗധാന്യമാണ്. ഭാരതത്തിൽ എല്ലായിടത്തും, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ കൃഷി ചെയ്യപ്പെടുന്നു. പച്ച നിറത്തിലുള്ളതും മഞ്ഞ നിറത്തിൽ ഉള്ളതുമായി രണ്ടു തരം ചെറുപയർ ഉണ്ട്. പച്ച നിറത്തിലുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ചെറുപയർ പുഷ്ടികരമായ ഒരു ആഹാരധാന്യമാണ്. അത് ദഹിക്കുവാൻ അല്പം പ്രയാസമുള്ളതാണ്. ഇത് ഏറെ രുചിപ്രദമായിട്ടുള്ളതാണ്. കഫപിത്തങ്ങളെ ശമിപ്പിക്കും. കണ്ണിന് വളരെ നല്ലതാണ്. ശരീരത്തിന് ഓജസ്സും ബലവും ഉണ്ടാക്കും. രക്തവർദ്ധനവിനും നല്ലതാണ്. എന്നാൽ വാതരോഗികൾക്ക് ചെറുപയർ അത്ര ഹിതകരവുമല്ല. ആയുർവേദ വിധിപ്രകാരം എണ്ണ തേച്ച് കുളിക്കുമ്പോൾ നാം സോപ്പിന് പകരം ചെറുപയർ പൊടി ഉപയോഗിക്കാറുണ്ട്, അല്ലേ? അതിൽ നിന്നും ഇത് ത്വക്ക് സംബന്ധമായ പരിചരണത്തിനും വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നു. മുലപ്പാൽ കെട്ടിനിന്നോ തലനീരിറക്കം കൊണ്ടോ സ്തനങ്ങൾക്കുണ്ടാകുന്ന വീക്കത്തിന് അഥവാ നീരിന് ചെറുപയർ ചികിത്സ വളരെ നല്ലതാണ്. കൂടാതെ സാധാരണക്കാർക്ക് ശരീരപുഷ്ടിയും ബലവും നൽകുവാൻ ഇത്രയും മികച്ച ഒരു ഭക്ഷണമില്ലെന്ന് തന്നെ പറയാം. അധ്വാനശീലരായ സാധാരണക്കാർക്ക് ശരീരപുഷ്ടിയും ബലവും നൽകുന്ന ഒരു വിശിഷ്ട ഭക്ഷണമായി ചെറുപയറിനെ കണക്കാക്കാം. കാരണം ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ആരോഗ്യം നിലനിർത്തുവാൻ വളരെയധികം ഫലപ്രദമായ ഒരു ഭക്ഷ്യവസ്തു കൂടിയാണിത്. മുളപ്പിച്ച ചെറുപയറിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മുളകളുണ്ടായ ഈ ചെറുപയർ സാധാരണ പോലെ വറുത്ത് കഞ്ഞിവെച്ചോ മറ്റ് ആഹാരത്തോടു കൂടിയോ കഴിക്കുന്നത് കൊണ്ട് അമൃതിന് തുല്യമായ ഫലം ലഭിക്കുമെന്ന് വളരെ മുമ്പ് തന്നെ തെളിയിക്കപ്പെട്ടതാണ്. ചുരുക്കത്തിൽ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്കെല്ലാം നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന അതിരുചികരവും പോഷകപ്രദവുമായ ഒരു പയറുവർഗമാണ് ചെറുപയർ. പാപ്പിലിയോണേസി കുലത്തിൽപ്പെടുന്ന ചെറുപയറിനെ ഗ്രീൻ ഗ്രാം എന്ന് ഇംഗ്ലീഷിലും മുദ്ഗ എന്ന് സംസ്കൃതത്തിലും പറയുന്നു.